ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡൻസോടിരിക്കുക. എനിക്കറിയാം 2025 നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കുന്ന ഈ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ മേ ബി എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. 2024 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2025 ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ആണ്. 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് അരിച്ചു പെറുക്കി നോക്കിയാലും 2025 തട്ട് താങ്ങുന്ന തന്നെ നിൽക്കും ഡിഫിക്കൽട്ടി ലെവലിന്റെ കാര്യത്തിൽ. അത് സത്യമാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സ് ആകുന്ന എന്നെ അടക്കം വിദ്യാർത്ഥികളാകുന്ന നമ്മളെ എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആരുടെയും പ്രവചനങ്ങളിലോ പ്രഡിക്ഷനുകളിലോ ഒന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല. സത്യമാണ്. അത് വളരെ പരമാർത്ഥമായ കാര്യമാണ്. ഈ 2025 +2 ബോർഡ് എക്സാമിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, +2 ഫിസിക്സ് ബോർഡ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തമ്പനയിൽ നോക്കിയാലും കാണാൻ പറ്റും. തമ്പനയിൽ അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പ്രഡിക്ഷൻ അല്ല, പഠനമാണ് ഇമ്പോർട്ടന്റ്. എൻട്രൻസും അക്ഷരാർത്ഥത്തിൽ അത് തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മക്കളെ, എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു, നിങ്ങൾ വിഷമത്തിലാണെന്ന് എനിക്കറിയാം, കുറെ പേര് സങ്കടത്തിലാണ്. പക്ഷെ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കളെ, കഴിഞ്ഞ വർഷം 700 മുകളിൽ മാർക്ക് വാങ്ങിയവർക്ക് പോലും എയിംസിൽ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു. കഴിഞ്ഞ വർഷം 650 മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ എക്സാം ഈസി ആയപ്പോൾ ഈ വർഷവും അതേ പാറ്റേൺ നമ്മളിലേക്ക് എത്തുമെന്ന നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മോക്ക് സീരീസ് നമ്മളിൽ പലരും ചെയ്തിട്ടുണ്ട്. എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള, ഞാൻ ഓഫ്ലൈനിൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുള്ള 10,000 കണക്കിന് കുട്ടികൾ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ ക്ലാസ് കുറെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിങ്ങളിൽ പലരും ഇരുന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് തന്നെ കമന്റ് ചെയ്യാൻ പറ്റും. നിങ്ങളോട് ആത്മാർത്ഥമായി അന്നേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, 2024 പോലൊരു എക്സാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മളെല്ലാവരുടെ ഇന്ത്യക്ക് ഇട്ട് പണി കൊടുത്തതല്ലേ. ഞാൻ ഇങ്ങനെ തമാശ രീതിയിലെങ്കിലും പറയുമായിരുന്നു, നമ്മൾ എക്സാം ഈസി ആയി, കട്ട് ഓഫ് എല്ലാവർക്കും കുറെ പേർക്ക് 720 അപ്പോഴത്തേക്ക് അത് ആകെ പ്രശ്നമായി. ശരിയാണത്, പ്രശ്നമാകേണ്ട കാര്യം തന്നെയായിരുന്നു. ആസ് എ ടീച്ചർ ഞാനും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നില്ല 2024 പോലൊരു നീറ്റ് എക്സാം. കാര്യം നീറ്റ് എന്ന് പറയുന്നത് ഹൈലി ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. കാരണം കമ്പാരിറ്റീവ്ലി ആ എക്സാമിലൂടെ പുറത്തേക്ക് വരുന്നത്, എക്സാം ക്രാക്ക് ചെയ്ത് ആരാണ് മക്കളെ, ഈ നാട്ടിലെ വരുന്ന തലമുറയെ, ഞങ്ങളെ ഒക്കെ ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എക്സാം. അപ്പൊ അത്രയും ഹൈലി ടാലന്റഡ് ആയിട്ടുള്ളവർ മാത്രം എത്തേണ്ട ഒരു എക്സാം, അത് ഈസി ആകുമ്പോൾ അവിടെ ടാലന്റഡ് ആയിട്ടുള്ളവർ തന്നെയാണ് എത്തുന്നത്. പക്ഷെ കട്ട് ഓഫ് ഏത് ലെവലിലോട്ട് പോയി? ഒരു സാധാരണപ്പെട്ട കുട്ടി പോലും 650 മുകളിലേക്ക് അച്ചീവ് ചെയ്യണം എന്ന നിർബന്ധം അവിടെ സംഭവിച്ചു 2024. നമ്മൾ ഈ എക്സാമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് 2025 എക്സാം എഴുതാൻ പോയത്. ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് 100 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ നിങ്ങളൊരു JEE മെയിൻസ് ലെവലിൽ പഠിച്ചോ, JEE മെയിൻസ് ലെവലിൽ പഠിച്ചോ. ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു, കുന്നോളം ആഗ്രഹിച്ചാല് കുന്നിക്കുരുവോളം കിട്ടൂ. ഒരു 10 മീറ്ററിന്റെ ലോങ് ജംപ്, 10 മീറ്റർ ആണ് അവിടുത്തെ റെക്കോർഡ് എന്ന് വിചാരിക്കുക. നമ്മൾ 12 മീറ്റർ ചാടാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവിടെ എത്തുന്നതെങ്കിൽ 10 മീറ്റർ നമുക്ക് ഈസിയാണ്, അല്ലേ? സത്യമല്ലേ? 1000 തവണ ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പല വീഡിയോസിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മക്കളെ നിങ്ങൾ ഷോർട്ട് കട്ടുകളുടെയും ചുമ്മാതെ കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെയും പുറകെ ഓടരുത്. കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് പഠിച്ച് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് മാക്സിമം കൂട്ടിക്കോളൂ. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്നതെന്ന് 100% ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുള്ള കാര്യമാണ്. ഇനി കഴിഞ്ഞത് അത് പോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എക്സാം ഇങ്ങനെ ഡിഫിക്കൽട്ട് ആകുമ്പോൾ 100% ഉറപ്പാണ് 2016 തൊട്ട് ഇതുവരെയുള്ള എക്സാം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. 2025 എക്സാം ഡിഫിക്കൽട്ട് തന്നെയാണ്. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയം 5:15
ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും എന്ത് നിങ്ങളോട് സംസാരിക്കണം എന്നാ നിങ്ങളെ നോവിക്കാനും പാടില്ല. ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ കുത്തിയിരുന്നത് കൊണ്ട് തന്നെ ലഞ്ച് പോലും കഴിക്കാതെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ചിലപ്പം വാക്കുകൾ തെറ്റാം, നല്ല വിശപ്പും ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇതുകൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് തന്നെയാണ്. നമുക്ക് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടായി പെട്ടെന്ന് അതൊന്ന് മനസ്സിലാക്കി വരാം. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മക്കളെ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമും ആരുടെയും പ്രവചനത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡോടെ ഒരു ഡിഫിക്കൽട്ടി ലെവല് ക്വസ്റ്റ്യൻ വരാം എന്ന എക്സ്പെക്ടേഷനിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഇനിയും വരാൻ പോകുന്ന അടുത്ത വർഷത്തെ നീറ്റ് എക്സാം ഡിഫിക്കൽട്ട് ആകും എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. സപ്പോസ് എക്സാം ഈസി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എളുപ്പമല്ലേ, നിങ്ങൾ ഡിഫിക്കൽട്ടി ലെവലിൽ പ്രാക്ടീസ് ചെയ്ത ആളല്ലേ. സോ ഈ നീറ്റ് എന്നല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ നാളെ ഒരു കോളേജിൽ എത്തിയാലും എവിടെ പോയാലും നിങ്ങൾ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിൽ തന്നെ പഠിക്കണം എന്നുള്ളത് എന്റെ താഴ്മയായ റിക്വസ്റ്റ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി, നമുക്ക് ഷോർട്ട് കട്ട്സ് വേണ്ട, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അങ്ങനെ പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും. സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇനി ഈ വർഷത്തെ എക്സാം എന്തുകൊണ്ട് ഡിഫിക്കൽട്ടായി, നമുക്ക് പെട്ടെന്ന് 1-2 അനാലിസിസ് നോക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് അവലോകനം ചെയ്ത് ഈ വർഷത്തെ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് കൂടെ നമുക്കൊന്ന് നോക്കി വരാം. യെസ്, ഏകദേശം ഇതൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് പ്രോപ്പർ ഡേറ്റ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. 2025 നീറ്റ് എക്സാമിന് സംഭവിച്ച ഒരു കാര്യം, ക്ലാസ് 11-നും ക്ലാസ് 12-നും ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് ആയിരുന്നു. ഇതിനു മുമ്പൊക്കെ ക്ലാസ് 12-ന് വെയിറ്റേജ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ക്ലാസ് 12-ല് കറണ്ട് ഇലക്ട്രിസിറ്റി പോലത്തെ, മൂവിംഗ് ചാർജ് പോലത്തെ അല്ലെങ്കിൽ ഇൻഡക്ഷൻ AC പോലത്തെ ചാപ്റ്ററുകൾ, ആ ചാപ്റ്ററുകൾ മെക്കാനിക്സിലെ പല ചാപ്റ്ററുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസിയാണ്. അപ്പൊ ആ ഈസി, അതായത് +2-ലേക്ക് എത്തുമ്പോഴത്തേക്ക് പല ചാപ്റ്ററുകളും +1-ലെ റൊട്ടേഷൻ ആയിക്കോട്ടെ, ലോസ് ഓഫ് മോഷൻ ആയിക്കോട്ടെ, കാൽക്കുലേഷൻ വൈസ് ഇവന്മാര് കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ സാധാരണ ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് കൂടുതലാണ്, പക്ഷെ തകിടം മറിഞ്ഞു ഈ വർഷം 2-നും ഈക്വൽ പ്രയോറിറ്റി. അപ്പൊ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നാച്ചുറലി കൂടും. ഇനി 2, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ മതി. JEE മെയിൻസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മെക്കാനിക്സിൽ നിന്നാണ്. മെക്കാനിക്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ, കാരണം അവർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ എഞ്ചിനീയേഴ്സിന് കാൽക്കുലേഷൻ സ്പീഡ് കൂടുതൽ വേണം. അപ്പൊ അവിടെ കൂടുതൽ മെക്കാനിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ വർഷം സംഭവിച്ചത് എന്താ, മെക്കാനിക്സിൽ നിന്ന് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നു, കൂടുതൽ ക്വസ്റ്റ്യൻസ് മെക്കാനിക്സിൽ നിന്ന് വന്നു. അപ്പൊ എന്താ സംഭവിച്ചത്, ഒരു മോഡറേറ്റ് ലെവലിലുള്ള കോൺസെപ്റ്റ് വൈസ് ചോദിച്ച ക്വസ്റ്റ്യന്റെയും കാൽക്കുലേഷന്റെ ലെങ്തും സമയവും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. അത് മറ്റൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു പർട്ടിക്കുലർ കട്ട് ഓഫിലേക്ക് എത്താൻ നിങ്ങളുടെ ഈ ഫിസിക്സിൽ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം നമ്മൾ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതൊരു അപ്രോക്സിമേഷൻ ആണ്, എക്സാക്ട് ഈ കട്ട് ഓഫ് ആയിരിക്കില്ല. ഇത് ആർക്കും പ്രവചനീയം ഒന്നും അല്ല, എല്ലാവരുടെയും മാർക്കുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റണം, എന്നാലേ എക്സാക്ട് കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റും. എന്നാലും ഒരു അനാലിസിസ് വെച്ച് നമുക്ക് ഇത് പറയാൻ പറ്റും. യെസ്, അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരാം. പിന്നെ വലിയൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഈ 2024-ലെ എക്സാം ഈസി ആയപ്പോഴത്തേക്ക് നമ്മൾ എഴുതിയ മോക്ക് സീരീസ് മേ ബി അതേ ടൈപ്പ് ആയിരിക്കാം, നമ്മൾ അതേ ടൈപ്പ് വരും എന്ന് എക്സ്പെക്ട് ചെയ്തു. മക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കണം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ്, ഇപ്പൊ +2 കഴിഞ്ഞ ആരെങ്കിലും വിദ്യാർത്ഥികൾ ആണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ, കൺസെപ്റ്റ് പഠിച്ചിട്ട് എൻട്രൻസ് നേടിയെടുക്കാമെന്ന് തീരുമാനിക്കണം. ദയവ് ചെയ്ത് അങ്ങനെ മാത്രം നിങ്ങൾ പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. യെസ്, നമുക്ക് നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വലിയൊരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇനി അതിൽ തന്നെ നിങ്ങൾക്കറിയാം, പെർസെന്റേജ് എറർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. പിന്നെ നമ്മുടെ വെർനിയർ കാലിപ്പറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ചോദിച്ച ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. ഡയമെൻഷന്റെ അനാലിസിസ് വരുന്ന ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഈ ടൈപ്പ് 3 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്ന് 100% ഉറപ്പാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് വലിയ ഒരു ചതുവ് പറ്റിയത്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ആ 2 സിറ്റികൾക്കിടയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലോട്ട് ബസ് പോകുന്നത്, NCERTയുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ചിമിട്ടൻ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു JEE അഡ്വാൻസ് ലെവലിലേക്ക് വേണമെങ്കിൽ പറയാം, അത്രയൊന്നും ഇല്ല, പക്ഷേ ഇത് NCERTയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഒരു ടോപ്പർ ആകാൻ പോകുന്ന ആള്
ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ആ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും ഉണ്ടാകത്തില്ല. കാര്യം അയാൾക്ക് ഓപ്ഷൻ ഡയറക്റ്റ് അറിയാമായിരിക്കും, ഉറപ്പാണ്, അറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മെക്കാനിക്സിന് പ്രയോറിറ്റി വന്നു പോയി. മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. ലോസ് ഓഫ് മോഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ലോസ് ഓഫ് മോഷനിൽ നിന്ന് ചോദിച്ച 2 ക്വസ്റ്റ്യനും വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇമ്പൾസിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ചോദിച്ചത് എന്തായിരുന്നു? സ്മൂത്ത് സർഫസിൽ നിന്ന് ഒരു ബ്ലോക്ക് ഇടുന്നു, ഇൻക്ലൈൻഡ് സർഫസ് റഫ് ആയപ്പോൾ ബ്ലോക്ക് ഇട്ടു, അത് 2 times ആയി. സാധാരണ ജനറൽ ഇക്വേഷൻ n ടൈംസ് നമ്മൾ പഠിക്കുന്നത് mu equal to 1 - 1/n² എന്നായിരുന്നു. n 2 ആയി ഇവിടെ, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. പക്ഷേ ഒരു എൻട്രൻസ് കുട്ടി ഇതെല്ലാം ഒന്നും കാണാതെ പഠിച്ചിരിക്കുന്നില്ല, ചെയ്തെടുക്കേണ്ടി വരും. ലോസ് ഓഫ് മോഷന്റെ ആ 2ാമത്തെ ക്വസ്റ്റ്യൻ ലെങ്തി ആയി പോയി, കാൽക്കുലേഷൻ കുറെ ഉണ്ട്. കാര്യം സ്മൂത്ത് സർഫസിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് റഫ് സർഫസിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് പോണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് S = ut + ½ AT² അപ്ലൈ ചെയ്യണം, എന്നിട്ട് അവിടുത്തെ ഇക്വേറ്റ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ റൊട്ടേഷണൽ മോഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് വർക്ക് എനർജിയിലെ ക്വസ്റ്റ്യൻ അത്ര ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നിയില്ല. റൊട്ടേഷണൽ മോഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആ ഡിസ്കിന്റെ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് സാധാരണ മാക്സിമം ചോദിക്കാറുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്? പിന്നെ അതിന്റെ റേഷ്യോ കൂടെ വെച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു. അപ്പോഴത്തേക്ക് എന്താ, ലെങ്ത് കൂടി. കോൺസെപ്റ്റ് വൈസ് സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ, പക്ഷെ ലെങ്ത് കൂടി, കാൽക്കുലേഷൻ വൈസ് ലെങ്ത് കൂടി പോയി. അതേപോലെ നിങ്ങൾക്ക് റൊട്ടേഷണൽ മോഷനിൽ നിന്ന് തന്നെ നമ്മുടെ ആ റോഡ് സ്ലിപ്പ് ആവുന്ന ടൈപ്പ് ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെപ്പ് ഉണ്ട് അവിടെ. കോൺസെപ്റ്റ് സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാം. നെറ്റ് ടോർക്കും അതുപോലെ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസെപ്റ്റുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ വർക്ക് എനർജി എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ ക്വസ്റ്റ്യൻ, അത് ചിമിട്ട സാധനമായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാം സത്യമാണ്. പക്ഷെ മക്കളെ, എക്സാം ഡിഫിക്കൽട്ട് ആയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇവന്റെ കാൽക്കുലേഷൻ, അതിനെടുക്കുന്ന സമയം, ടൈം കൺസ്യൂമിങ്, അവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടായത്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം ചിന്തിക്കുക, എക്സാം ഡിഫിക്കൽട്ട് ആവുമ്പോൾ കട്ട് ഓഫ് നേരെ താഴേക്ക് വരും. ഉറപ്പിച്ചു വെച്ചോളൂ, നമുക്ക് നോക്കാം. യെസ്, എന്തായാലും കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തതിന്റെ ഒക്കെ വാലെ കെട്ടാനുള്ള കട്ട് ഓഫ് ഈ വർഷം ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അതുപോലെ ഗ്രാവിറ്റേഷനിൽ നിന്ന് ചോദിച്ചത് മറ്റേ ഹൈറ്റ് വെച്ചിട്ടുള്ള ഗ്രാവിറ്റിയുടെ ഡിഫറൻസിന്റെ ക്വസ്റ്റൻ ആണ്. അതൊന്നും വലിയ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ അല്ല, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കേണ്ടതായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഈസി ക്വസ്റ്റ്യൻ ആവാറുണ്ട്, പക്ഷെ ചോദിച്ചില്ല. ഫ്ലൂയിഡ് പോലൊരു ചാപ്റ്റർ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ, അതാണ് ഒടുക്കത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഒരു JEE അഡ്വാൻസ് ലെവലിലേക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അങ്ങ് പോയി. അപ്പൊ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഈ 2 ചാപ്റ്ററുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു മാർക്കും കിട്ടാത്ത അവസ്ഥയായിപ്പോയി. അതാണ് സംഭവിച്ചത്. അതേപോലെ അടുത്ത വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഹീറ്റ് തെർമോ കൈനറ്റിക് തിയറിയിൽ നിന്ന് സാധാരണ 6-7 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താ, ഈ 3-ൽ കൂടി എനിക്ക് തോന്നുന്നു കൈനറ്റിക് തിയറിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എന്തോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇത് തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്ന് 1, തെർമോഡൈനാമിക്സിൽ നിന്ന് 1. ഓക്കെ, ശരി. 2, 1, 3, 1, 4 ക്വസ്റ്റ്യൻ ആവറേജ് ചോദിച്ചു. പക്ഷെ സാധാരണ അത്രയും ക്വസ്റ്റ്യൻ അല്ല ചോദിക്കാറ്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? സാധാരണ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇത് സംഭവിച്ചത് എന്താ, ക്വസ്റ്റ്യൻ ചോദിച്ച എണ്ണം കുറയുകയും ചെയ്താൽ ചോദിച്ചൊക്കെ ഒടുക്കത്തെ ഡിഫിക്കൽട്ട് വരുന്നു. ഒടുക്കത്തെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് അല്ല ഞാൻ ഈ പറയുന്നത്, കാൽക്കുലേഷൻ വൈസ് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു പല ക്വസ്റ്റ്യനുകൾ. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഇത്രയും ഡിഫിക്കൽട്ട് ആക്കിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 4 ക്വസ്റ്റ്യൻ, 3-4 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. പക്ഷെ കഴിഞ്ഞ വർഷം വരെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ തവണ 2 3 ക്വസ്റ്റ്യൻ. കറണ്ട് ഇലക്ട്രിസിറ്റിന്ന് കഴിഞ്ഞ വർഷം വരെ 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം ചോദിച്ചത് 3 ക്വസ്റ്റ്യൻ. അതേപോലെ മാഗ്നറ്റിസത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറ്. ഇത്തവണ 3 ചോദിച്ചു. ഓക്കെ, നല്ല കാര്യം, നമ്മൾ അത്യാവശ്യം പഠിച്ച ചാപ്റ്റർ ആയിരിക്കും. പക്ഷെ എന്താ സംഭവിച്ചത്, വളരെ ഈസി ഗോയിങ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആയിരുന്നു മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്ററുകളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും AC. ആകെ ചോദിച്ചത് ഓരോ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ ഭാഗങ്ങളിൽ ചോദിക്കേണ്ടതും അതേപോലെ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററിൽ നിന്ന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ കൂടി എവിടുന്ന് വന്നു, മെക്കാനിക്സിൽ നിന്ന് വന്നു. മെക്കാനിക്സിൽ നിന്ന് വരിക മാത്രമല്ല ചെയ്തത്, കാൽക്കുലേഷൻ ലെങ്ത് കൂടുകയും ചെയ്തു. അതാണ് നമുക്ക് പറ്റിയത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
എൻട്രൻസ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം, എസ്പെഷ്യലി നീറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു JEE പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. നിങ്ങൾ കീം എക്സാമിനാണ് ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് 100 ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. കാര്യം കേരളത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കീം എന്ന് പറയുന്നത് അത്ര വലിയൊരു ഡിഫിക്കൽട്ട് എക്സാം ഒന്നുമല്ല. പക്ഷെ നീറ്റ് പോലെ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സാമിന്റെ ഡിഫിക്കൽറ്റി ലെവല് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് കൂട്ടണമെന്ന് തോന്നിയാൽ അവർ കൂട്ടും. 2, കഴിഞ്ഞ തവണ ഇത്രയും എക്സാം ഈസിയായി ഈ പ്രശ്നങ്ങളുള്ളപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റുമായിരുന്നു. എക്സാം ടഫ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, സോ ഉറപ്പായിട്ട് നമ്മൾ അതിന് കരുതലോടിരിക്കണമായിരുന്നു. മക്കളെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എന്തായാലും എക്സാം കഴിഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ആൻഡ് സീ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനിയും നിങ്ങൾക്ക് ഡോക്ടറായേ പറ്റൂ, എനിക്ക് ഡോക്ടറായാൻ പറ്റൂ, എനിക്ക് വേറെ ഒന്നും ആവാൻ പറ്റില്ല, എനിക്ക് ഡോക്ടർ ആവണം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നോക്കേണ്ടി വരും. അതെവിടെ വേണം, നിങ്ങളുടെ ഇഷ്ടം, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ കോൺസെപ്റ്റ് പഠിക്കാനുള്ള മനസ്സും കഷ്ടപ്പെടാനുള്ള മനസ്സും കൊണ്ട് മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാവൂ എന്നൊരു എളിയ റിക്വസ്റ്റ് എനിക്കുണ്ട്. യെസ്, നമുക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ റയോപ്റ്റിക്സ് ആൻഡ് വയോപ്റ്റിക്സ് നാച്ചുറലി 4 ക്വസ്റ്റ്യൻ ആണ് വരേണ്ടത്, 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്ന വലിയൊരു പ്രശ്നമായിരുന്നു ന്യൂക്ലിയ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ആക്ച്വലി നോക്കിക്കേ, 0 ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇവന്മാര് 3 പേരുടെ കമ്പൈൻ ചെയ്താൽ 6 തൊട്ട് 8 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. 6 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാം. ആകെ ചോദിച്ചത് 4 ക്വസ്റ്റ്യൻ. എന്താ സംഭവിച്ചത്? ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ, ഈ 3 ചാപ്റ്റർ എല്ലാ കുട്ടികളും ഫേവറേറ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാറുമുണ്ട്. ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങ് കുറഞ്ഞു. അപ്പൊ ഈ അനാലിസിസ് ഒക്കെ നടത്തിയപ്പോ എനിക്ക് മനസ്സിലായത് കാൽക്കുലേഷന്റെ ലെങ്ത് കൂടിയതാണ്. കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് ഒക്കെ തന്നെയാണ് വന്നത്, പക്ഷെ അതിന്റെ കാൽക്കുലേഷൻ ലെവല് ഒന്ന് മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ഒരു JEE മെയിൻസ് ലെവലിലായിരുന്നു എക്സാം, ഉറപ്പായിട്ടും. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് വേറെ ആരും പഴി ചാരുകയോ അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിട്ടോ അല്ല കാര്യം. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുക. ക്ലിയർ? എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ മേ ബി ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. ചിലർ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇരുന്ന് പറയുന്നുണ്ടാവും, തനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളല്ലേ ഇത് അനുഭവിക്കുന്നത്. അല്ല മക്കളെ, ഞാനും എൻട്രൻസ് എഴുതിയതാ, എഞ്ചിനീയറിംഗിന് പഠിച്ചതാ, ഒരുപാട് സപ്ലി ഒക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എക്സാം ഒക്കെ എഴുതിയെടുത്ത് കയറി കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതാ. സ്ട്രഗിൾ ചെയ്ത് തന്നെ നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. സ്ട്രഗിൾ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക, നല്ല കോൺഫിഡൻസോടിരിക്കുക. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടിക്കോ. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. എന്തായാലും ഈ വരാൻ പോകുന്ന അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ യൂട്യൂബ് വഴി ക്ലാസ്സുകളൊക്കെ മാക്സിമം കണ്ടക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് പഠിപ്പിക്കാനേ അറിയൂ, മാക്സിമം നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ കഷ്ടപ്പെടാനുള്ള മനസ്സ് സ്റ്റുഡൻസ് കാണിക്കണം. അതാണ് എൻ്റെ എളിയ റിക്വസ്റ്റ്. യെസ്, നമുക്ക് നോക്കാം. പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് വരാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JEE അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ക്വിറ്റ് ചെയ്യുക. അതായത് നീറ്റ് എക്സാം ഹാളിൽ ഇരുന്നിച്ച് ഇത് ചെയ്യാൻ നിന്നാൽ ഒരു കാരണവശാലും 45 ക്വസ്റ്റ്യൻ ഒരാൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡിഫറൻസിയേഷന്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് ലെവലിലേക്ക് കയറിപ്പോയി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുണ്ട്. ഞാനിപ്പോ ക്വസ്റ്റ്യൻ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തരാവുന്നതാണ്, ഉറപ്പായിട്ടും തരാവുന്നതാണ്. അതിലൊരു യാതൊരു പ്രശ്നമില്ല. ഓപ്ഷനൊക്കെ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എ മൈക്രോസ്കോപ്പ് ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 2 സെന്റിമീറ്റർ, ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 4 സെന്റിമീറ്റർ. എനിക്കറിയാം, ഇവിടെ നമ്മൾ നോർമൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് എടുക്കണം, ഏത് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതൊരു മോഡറേറ്റ് ലെവൽ, ആക്ച്വലി മോഡറേറ്റ് ലെവൽ അല്ല, ഇതൊരു ഈസി ലെവൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എന്താ, ഇത് ഡയറക്റ്റ് വാല്യൂ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുന്നതാണ്. പക്ഷെ മോഡറേറ്റ് ലെവലിൽ നിന്ന് ഞാൻ ഇതിനെ ഇടാനുള്ള റീസൺ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ഞാൻ അതിനെ ഒരു മോഡറേറ്റ് ലെവലിലേക്ക് ഉൾപ്പെടുത്തിയതാണ്. അതേപോലെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് ചോദിച്ചൊരു ഈസി ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നല്ലേ? യെസ്, അൺഡിഫ്ലക്റ്റഡ് കണ്ടീഷൻ നമുക്കറിയാം. എന്താ, FE ഈക്വൽ ടു FM, മാഗ്നറ്റിക് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ബാലൻസ് ആവുന്ന വെലോസിറ്റി സെലക്ടറിന്റെ കണ്ടീഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു.
അതുപോലെ ഇതെന്താ ചോദിച്ചത്, ഏത് ക്വസ്റ്റ്യൻ ആണ്? ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ലോസ് ഓഫ് മോഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇവരവിടെ ചോദിച്ചിരിക്കുന്നത് ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ കാണാനാണ്. ഇത് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ mu is equal to 1 minus 1 by n square ആണെന്നാണ് എന്റെ ഓർമ്മ. സത്യസന്ധമായി ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പല ബുക്കുകളിലും കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ n എത്രയാണ്? n 2 ആണ്. അപ്പൊ ഇവിടെ 1 minus 1 by 2 സ്ക്വയർ 1 by 4 എന്ന് കയറി വരും അല്ലേ? അപ്പൊ അതായത് ആൻസർ എത്രയാണ് മക്കളെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ 4 അല്ലേ? അല്ലേ, ഓപ്ഷൻ 4 അല്ലേ? അതെ, ഓപ്ഷൻ 4 ആണ്. 1 by 2 സ്ക്വയർ 4, 1 by 4 എന്ന് പറയുമ്പോൾ 0.25. അപ്പൊ 1 minus 0.25 0.75. പക്ഷേ എനിക്കറിയാം എല്ലാവരും ഈ ഇക്വേഷൻ ഓർക്കില്ല, എല്ലാവരും ഈ ഇക്വേഷൻ ഓർത്തിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? സ്മൂത്ത് സർഫസിലെയും ഇൻക്ലൈൻഡ് സർഫസിലെയും ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയിട്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് യു 0 ആണ്. അപ്പൊ ഹാഫ് എ ടി സ്ക്വയർ ആദ്യത്തെ ആക്സലറേഷൻ സ്മൂത്തിലെയും അടുത്ത ആക്സലറേഷൻ റഫ് സർഫസിലെയും. അപ്പൊ അതിന്റെ ഒക്കെ ഇക്വേഷൻ എഴുതി വരണം. ഇറ്റ് ഈസ് വെരി ലെങ്തി, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. സമയം കുറെ കൺസ്യൂം ചെയ്യും. കോൺസെപ്റ്റ് വൈസ് ഈസി, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ യെസ്, പക്ഷെ എന്താ സംഭവിച്ചത്? കാൽക്കുലേഷൻ ലെങ്തി ആയിപ്പോയി. അതുകൊണ്ടാണ് അതിനെ ഞാൻ ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. കൈനറ്റിക് എനർജിയുടെ കോൺസെപ്റ്റ് വെച്ചിട്ട് കാർ എ ബി രണ്ട് എനർജി തന്നിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കൈനറ്റിക് എനർജിയുമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഒരു കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു മോഡറേറ്റ് ലെവലിലൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാം ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റി ആക്ച്വലി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ക്വസ്റ്റൻ ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ I is equal to V by R. കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആകെ എന്താ പണി? R ഇക്വലന്റ് കാണുക. R ഇക്വലന്റ് കാണുക എന്ന് പറഞ്ഞാൽ ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. നമുക്കറിയാം ഇവരുടെ റേഷ്യോ എടുത്ത് നോക്കാം. ഇവരുടെ റേഷ്യോ എടുത്ത് നോക്കിയാൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കോൺസെപ്റ്റ് വരും. 6 ഓം എടുത്ത് കളയാൻ പറ്റും. ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ R ഇക്വലന്റ് 10 ആണെന്നാണ് എന്റെ ഓർമ്മ. അല്ലെ, R ഇക്വലന്റ് 10 ആണ്. I is equal to V by R ആണ്. V എന്ന് പറയുന്നത് 5 ആണ്. 5 by 10 0.5 ആണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ R ഇക്വലന്റ് കാണണമെങ്കിലുള്ള കാൽക്കുലേഷൻ കോൺസെപ്റ്റ് വൈസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നിങ്ങൾ പഠിച്ചതാണ്. പക്ഷെ എക്സാം ഹാളിൽ ഇരുന്ന് ഈ സർക്യൂട്ട് നോക്കുമ്പോൾ ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് പോലും ചില മക്കൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ഇനി കാരണം നമ്മൾ ടെൻഷനിലാണ്. രണ്ട്, ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇതിന്റെ കാൽക്കുലേഷൻ തീർക്കണം, പറ്റുന്നില്ല. അതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഞാനൊരു ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാൽക്കുലേഷന്റെ ലെങ്ത് വൈസ് വെച്ച് ഇട്ടതാണ്. 100% ഡിഫിക്കൽട്ട് ആണ്. ഇത് കുറച്ച് ചെയ്യാനുണ്ട്. കൺസർവേഷൻ സോറി ഐ എം റിയലി സോറി വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എല്ലാവരും ബോട്ടത്തിലെ വെലോസിറ്റി ഇത്ര, ഈ പോയിന്റിലെ വെലോസിറ്റി ഇവിടെ √5gr, √3gr, √rg എന്നും പറഞ്ഞ് കാണാതെ പഠിച്ചു വെച്ചേച്ച് ഡയറക്റ്റ് ടെൻഷന്റെ ഇതിന്റെ കുറച്ച് ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കും. പക്ഷെ അതല്ല, കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ ഇക്വേഷൻസും സോൾവ് ചെയ്തെടുക്കുന്നത്. ആ കോൺസെപ്റ്റ് അറിയണമായിരുന്നു. കുറച്ച് ചെയ്യാനും ഉണ്ട് ഈ സാധനം. ഒബ്വിയസ്ലി അത് നമുക്ക് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഇടാം. ആൻസർ ഓപ്ഷൻ 4 ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, എക്സ്പ്ലനേഷൻ ഇട്ടുതരാം. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. ആക്ച്വലി A0101 ഇട്ട് എയ്ക്കും ബിക്കും 0യും 1ഉം ഒക്കെ ഇട്ട് ചെയ്തു പോയിരുന്നെങ്കിൽ ആൻസർ കമ്പാരിറ്റീവ്ലി കിട്ടിയേനെ. പക്ഷെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ A B ഇട്ടേച്ച് എഴുതി വന്ന് പിന്നെ ഡിമോർഗൻസ് ലോയും ഒക്കെ അപ്ലൈ ചെയ്ത് ഇത് എഴുതി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മോഡറേറ്റ് ലെവലിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആൻസർ നോർ ഓപ്ഷൻ കിട്ടും, ഫോർത്ത് ഓപ്ഷൻ കിട്ടും, ചെയ്താൽ കിട്ടും. പക്ഷെ ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഇത് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ടൈം കൺസ്യൂമിംഗ് ആണ് ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതിനെ മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മോഡറേറ്റും ഡിഫിക്കൽട്ട് എന്നും പറയുന്ന രണ്ട് സാധനങ്ങൾ, ഒന്ന് മോഡറേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ വൈസ് ഡിഫിക്കൽട്ട് ആവുകയും, അതായത് ക്വസ്റ്റ്യന്റെ ലെങ്തി വൈസ് ഡിഫിക്കൽട്ട് ആയപ്പോൾ ഞാൻ അതിനെ മോഡറേറ്റ് എന്നും, കോൺസെപ്റ്റ് വൈസ് കൂടെ അത് ഡിഫിക്കൽട്ട് ആവുമ്പോഴാണ് ഞാൻ അതിനെ ഡിഫിക്കൽട്ട് എന്ന് വിട്ടിരിക്കുന്നത്. ഈ ഈസി എന്ന് ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ ഓപ്ഷൻ നെഗ്ലക്ട് ചെയ്യാം. ഇവിടെ സെഡിന്റെ വാല്യൂ അല്ലെ, ഇത് പോസിറ്റീവ് ആണ്, അപ്പൊ ഉറപ്പായിട്ട് ഇത് നെഗറ്റീവ് സൈഡിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതൊക്കെ മനസ്സിലാക്കി വെച്ച് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ 1 അല്ലേ. പിന്നെ ഇതും കോസ് ഫംഗ്ഷൻ ആണ്. ഒബ്വിയസ്ലി ഇവിടത്തെ കോസ് ഇതെല്ലാം പിന്നെ കോസ് ഒക്കെ തന്നെയാണ്. ഈ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്ഷൻ നെഗ്ലക്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. യെസ്, അപ്പൊ അതൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ലോസ് ഓഫ് മോഷൻ, ഡയറക്റ്റ് ഇമ്പൾസിന്റെ ക്വസ്റ്റ്യൻ. ഫൈനൽ ചേഞ്ച് ഇൻ മൊമെന്റ് എടുത്താൽ മതി, ഫൈനൽ മൊമെന്റ് മൈനസ് ഇനിഷ്യൽ മൊമെന്റ് എടുത്താൽ മതി. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുള്ളതാവണം. നമ്മുടെ ചാനലിൽ ഞാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു
ആക്ച്വലി ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ മോഡറേറ്റ് ലെവലിൽ കൊടുത്തത് ഒന്ന് സർക്യൂട്ടിൽ നിന്നായതുകൊണ്ടും, രണ്ട് ഇവിടെ നമ്മൾ ഇൻഡക്ടറിനെ എങ്ങനെ അതിന്റെ സൈൻ കൺവെൻഷൻ കൊടുക്കണം, സൈൻ കൺവെൻഷൻ എ ടു ബി, വി എ മൈനസ് വി ബി എഴുതാൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണോ, ഇതൊക്കെ ചിന്തിച്ച് എഴുതി എടുത്ത് വരുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് മോഡറേറ്റ് ലെവലിലേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇത് ചോദിച്ചിരിക്കുന്നത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന്. പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ മാഗ്നറ്റിക് മൊമെന്റ് ഐ എ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുത്താൽ ഐ ഇൻറ്റു ഏരിയ ബൈ ആർ സ്ക്വയർ റേഷ്യോ എടുത്താൽ മതി, ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ ഇത് ഈസി ലെവൽ ആണെങ്കിലും കുറച്ച് എഴുതാനുണ്ട്, പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈസി ലെവൽ, ഡയറക്റ്റ് പവർ തന്നിട്ടുണ്ട്, 4 വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓപ്ഷൻ ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഫിസിക്സിൽ നിന്ന് അല്ലെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ സിലിണ്ടർ ഓഫ് വോളിയം 30 ലിറ്റർ. ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനകത്ത് ഈ വാല്യൂസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ കുറച്ച് എഴുതാനുണ്ട്. അതുകൊണ്ടാണ് മോഡറേറ്റ് ലെവലിൽ ഇട്ടിരിക്കുന്നത്. കാൽക്കുലേഷൻ വൈസ് കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും എടുത്തു വെച്ച് ഇങ്ങനെ പറയുന്നില്ല. നമ്മൾ അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആ തന്നെ. അപ്പൊ അവിടെ നമ്മൾ ഡി ടി ബൈ ഡി എക്സ് എടുക്കണമായിരുന്നു. എല്ലാവരും അത് ചിന്തിച്ചിട്ടുണ്ടാവണോ നിർബന്ധമില്ല. ഒരു ഡിഫിക്കൽട്ട് ലെവലിലേക്ക് ഞാൻ കൊടുക്കാനുള്ള റീസൺ ഇത് ഡി ടി ബൈ ഡി എക്സ് എടുക്കണമായിരുന്നു. എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്തിരുന്നെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടും. എന്നിട്ട് വീണ്ടും അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതായത് കാൽക്കുലേഷൻ വൈസ് കുറച്ച് പോകുന്നുണ്ടായിരുന്നു, കോൺസെപ്റ്റ് വൈസ് നമ്മൾ പഠിച്ച കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വൺ ഡയമെൻഷനിൽ ഈ ക്വസ്റ്റ്യനെ ഇതൊരു ജെഇ മെയിൻസ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്, ഉറപ്പായിട്ടുണ്ട് ജെഇ മെയിൻസ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി ഒരു നീറ്റ് എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവരോട് നിങ്ങൾ ഇത് ചോദിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ നമുക്ക് അവരോട് പറ്റത്തില്ല. അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഇതാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. എക്സാമിനർ എക്സാമിനേഷൻ നടത്തുന്നത് വരുന്ന ഓരോ കുട്ടീനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്, നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. അതാണ് സംഭവിച്ചത്. നോ പ്രോബ്ലം, നമുക്ക് അതിനനുസരിച്ച് കട്ട് ഓഫ് നേരെ താഴേക്ക് വരും. നിങ്ങൾ നോക്കിക്കേ, LCR നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമ്മൾ എല്ലാവരും പറയാറുള്ളതാണ്. LCR നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ സംഭവിച്ചത് 1-2 വാല്യൂകൾ കണ്ടുപിടിക്കേണ്ടി വന്നു അല്ലെ. നമുക്ക് ടാൻഫ കണ്ടുപിടിക്കേണ്ടി വന്നു, IRMS കണ്ടുപിടിക്കേണ്ടി വരുന്നു, ഇമ്പിഡൻസ് കണ്ടുപിടിക്കേണ്ടി വരുന്നു. സോ അങ്ങനെ സ്റ്റെപ്പ് വൈസ് കുറച്ച് കൂടിയത് കൊണ്ടാണ് ഞാൻ ഇതിനെ മോഡറേറ്റ് എന്ന് വിളിച്ചത്. കോൺസെപ്റ്റ് വൈസ് ഈസി ആയിരുന്നു. ഓപ്ഷൻ ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്, റൊട്ടേഷനിൽ ക്ലാസ്സിൽ കടന്നു വരെ നമ്മൾ വെള്ളം എടുത്തു വെച്ച് കറങ്ങിയും അതുപോലെ ഡാൻസറിന്റെ കാര്യവും ചെയറിൽ ഇരുന്ന് കറങ്ങിയും ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചോദിച്ചത് ആരുടെയാണ്? The sun rotate around the sun 27 days. What will be the period of revolution of sun where the expanded twice? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ കോൺസെപ്റ്റ് വൈസ് കൂടെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതുകൊണ്ടാണ് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് കൊടുത്തത്. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. ഇതും ആക്ച്വലി കോൺസെപ്റ്റ് വൈസ് വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. കോൺസെപ്റ്റ് വൈസ് അത്ര അതിമാരക ഒരു ക്വസ്റ്റ്യൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കാൽക്കുലേഷൻ കുറച്ചേറെ ചെയ്യാനുണ്ടായിരുന്നു, സ്റ്റെപ്പ് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇവനെ സോൾവ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ടൈം കൺസ്യൂമിങ് ആയിരുന്നു, ഉറപ്പായിട്ടും ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതിനകത്ത് യാതൊരു തർക്കവും. നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ പഠിക്കുന്ന കൂട്ട് തന്നെ ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെ, സെയിം ഹീറ്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവിടെയും കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. പക്ഷെ എന്താ പറ്റിയത്, കാൽക്കുലേഷൻ കുറച്ച് ലെങ്തി ആയിരുന്നു. ഭയങ്കര ലെങ്തി ആണെന്നല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ മോഡറേറ്റ് ലെവലിൽ മോഡറേറ്റ് 9th ക്വസ്റ്റ്യൻ മോഡറേറ്റ് ലെവലിലാണ്. യെസ്, മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു അപാര ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് അല്ലെ, പ്ലേറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ഡൈലക്ട്രിക് വരുന്ന ടൈപ്പ് അല്ലേ, ഡൈലക്ട്രിക് പ്ലേറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ഡൈലക്ട്രിക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പലതും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് 3D/8 D/2 എന്ന് പറഞ്ഞ ആ ഡിസ്റ്റൻസുകളും റിമൈനിങ് ഡിസ്റ്റൻസും ഒക്കെ എടുത്തേച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എഴുതി എത്ര സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ആൻസറിൽ എത്താൻ എന്നുള്ളതാണ്. കാൽക്കുലേഷൻ സ്പീഡ് അപാരമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊരു 1.5 മിനിറ്റ് കൊണ്ടെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല ടൈം എടുക്കും. എനിക്ക് നല്ല ടൈം എടുത്തായിരുന്നു ഇത് ചെയ്തപ്പം. ദാറ്റ് ഈസ് വൈ ഞാനത് ഡിഫിക്കൽട്ട് ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ 1 ആണ് കിട്ടുന്നത്. സോ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഇത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇത് ആക്ച്വലി നിങ്ങളുടെ NCERT ആണ് അല്ലെ. ഇത് NCERT തന്നെയാണ്. ഇത് NCERT എക്സസൈസ് ആണ്. NCERT എക്സസൈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ
ഒരുപാട് പേര് പലതവണ ഈ ക്വസ്റ്റ്യൻ വന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് 1 മാസം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങ് മറക്കും. അത് അത്ര ഉണ്ട്, അത് അത്ര ഐഡിയ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു തവണ പോലും ചെയ്ത് നോക്കാതെ, ഒരു തവണ പോലും കാണാതെ എക്സാം ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ ആൻസർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കിട്ടാനുള്ള സാധ്യത ഇല്ല. നല്ല ഡിഫിക്കൽട്ട്, നല്ല കൺസെപ്റ്റ് ഉള്ള, റിലേറ്റീവ് മോഷന്റെ കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡിഫിക്കൽട്ടി ലെവൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഒരു ടോപ്പ് റാങ്കിൽ വരുന്നവര് ഉറപ്പ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവത്തില്ല. അവര് 4th ഓപ്ഷൻ 15 മിനിറ്റ് 120 km/h ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവും. കാര്യം അവരുടെ മനസ്സിൽ ഈ ആൻസർ കിടപ്പുണ്ടാവും. അത് 100% ഉറപ്പാണ്. ഇതും അത്യാവശ്യം സ്റ്റെപ്പ് വൈസ് ഉള്ള ടോർക്കിന്റെ കോൺസെപ്റ്റും റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ ഒക്കെ കോൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കോൺസെപ്റ്റ് വൈസ് ഈസിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കോൺസെപ്റ്റ് വൈസ് ഈസിയാണ്, പക്ഷെ ബട്ട് സ്റ്റിൽ കാൽക്കുലേഷൻ വൈസ് സ്റ്റെപ്പ് ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു, കുറച്ചേറെ ചെയ്യാനുണ്ടായിരുന്നു. ഓസിലേഷൻ വേവ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഒമേഗയുടെ ഇക്വേഷൻ, K/M, M ഒമേഗയും തമ്മിലുള്ള റിലേഷൻ ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഡയറക്റ്റ് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ആക്ച്വലി ഡയമെൻഷന്റെ അനാലിസിസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനൊരു മോഡറേറ്റ് ലെവലിൽ ഇട്ടിട്ടുള്ളൂ, പക്ഷേ കോൺസെപ്റ്റ് വൈസ് സ്റ്റിൽ ഇത് എളുപ്പമായിരുന്നു. കാൽക്കുലേഷൻ കുറച്ച് എഴുതാനുണ്ടായിരുന്നു, കുറച്ച് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഓരോ വെർനിയർ കാലിപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. പക്ഷെ വെർനിയർ കാലിപ്പറിൽ നിന്ന് വന്നപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നിങ്ങൾ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. പക്ഷെ എല്ലാം അങ്ങോട്ട് ന്യൂമറിക്കലിന്റെ ബഹളമായിരുന്നു. സാധാരണ നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതുപോലെ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസ്, ഇത് ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അതിന്റെ എണ്ണം ഭയങ്കര കുറവായിരുന്നു. സംഭവിച്ചത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യന്റെ അതിപ്രസരമാണ് നമുക്ക് കാണേണ്ടി വന്നത്. അതാണ് ഈ ഓരോ ഇതെനിക്ക് തോന്നുന്നു കേട്ടോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാരൽ പ്ലേറ്റ്, അതുപോലെ ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലേ മക്കളെ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണോ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണമാണത്. ബ്രൂസ്റ്റേഴ്സ് ലോയുടെ കോൺസെപ്റ്റ് ആയിരുന്നു. μ = tan I എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെയാണ് ആകെ ഈസി ലെവൽ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ആകെ കുറച്ചൊക്കെ ചോദിച്ച ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളു. ബാക്കി എല്ലാം നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. 2 ഐഡന്റിക്കൽ ചാർജസ്, ഇത് ആക്ച്വലി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, നല്ല കോൺസെപ്റ്റ് ആണ്. ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഐഡന്റിക്കൽ ചാർജ് കൊണ്ട് മുട്ടിക്കുന്നു, സെയിം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് അടുത്ത ആളിൽ കൊണ്ട് മുട്ടിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസിൽ കൊണ്ടുവെക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത് ചെയ്യണമെങ്കിൽ എത്ര ടൈം നമ്മുടെ കൺസ്യൂം ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും നല്ല സമയം എടുക്കാറുണ്ട്. അപ്പം കോൺസെപ്റ്റ് വൈസ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കോൺസെപ്റ്റ് വൈസ് ഇത് മോഡറേറ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ കാൽക്കുലേഷൻ വൈസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ചെയ്ത് തീരാൻ സമയം എടുക്കുമായിരുന്നു. പക്ഷെ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യുന്നവരും ഉണ്ടാവും. കാര്യം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തവർ ഉറപ്പായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. ഒരു മോഡറേറ്റ് ലെവൽ കൈനറ്റിക് തിയറി എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ എനർജി കൺസർവേഷൻ വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കുറച്ച് സമയമെടുത്തു. പിന്നെ പൊതുവെ ഹീറ്റ്, തെർമോ കൈനറ്റിക് തിയറി, ഹീറ്റ്, ആ ഒരു ഏരിയ എനിക്ക് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ +2 എത്തുമ്പോഴത്തേക്ക് ആറ്റം ന്യൂക്ലിയർ ഡ്യുവൽ നേച്ചർ എനിക്ക് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ്, അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചും ഇരിക്കും ഈ കാര്യങ്ങൾ. മറിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് പേപ്പറായിട്ട് തോന്നിയില്ല. അതായത് ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. മൊത്തത്തിൽ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തോന്നിയില്ല. അതിന്റെ കാരണം മെക്കാനിക്സിൽ നിന്നും അതുപോലെ +2 പാർട്ട് 1 നിന്നും ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള, എന്റെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ചാപ്റ്ററുകൾ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. 2, ഞാനൊരു കോമ്പറ്റീറ്റീവ് എക്സാം മൈൻഡിലല്ല ഇത് എഴുതുന്നത്. ഞാൻ ആസ് എ ടീച്ചർ നമ്മൾ പഠിപ്പിച്ചതൊക്കെ വന്നോ നോക്കിയാണ് ഇത് ചെയ്തു നോക്കുന്നത്, അല്ലേ? നമുക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. പക്ഷെ 1 അവറിൽ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ആണ്, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. 1 മണിക്കൂർ കൊണ്ട് ഇത് എഴുതി തീരണമെന്ന് പറഞ്ഞാൽ, ആ ടൈമിൽ ലിമിറ്റഡ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സമയം എടുക്കുന്നതാണ്. നമുക്ക് ആകെ പറയാൻ പറ്റുന്ന, ആസ് എ ടീച്ചർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തുക, അല്ലാതെ നമ്മളിലേക്ക് എക്സാം വരട്ടെ, ഞാൻ അത്ര ഡിഫിക്കൽട്ട് ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് എക്സാം അങ്ങ് ഈസി ആവട്ടെ, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ അത്ര ചെയ്യുന്ന ആളല്ല സോ എക്സാം ഈസി ആവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ ചെയ്യുന്നവൻ അത് ഈസി ആയിട്ട് അതിനേക്കാളും കൂടുതൽ സ്കോർ എഴുതിയെടുത്ത് അവന്റെ വീട്ടിൽ പോകും. അപ്പൊ അതല്ല, നമ്മൾ അതിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടതെന്നാണ് എന്റെ ഭാഷ. അങ്ങനെ തന്നെയാണ്. ഇതൊന്നുമില്ല, അത്ര വലിയൊരു ക്വസ്റ്റ്യൻ അല്ല. എന്നാലും പിന്നെ ആകെ ഇതൊരു മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്തിയത് കുറച്ച് ക്വസ്റ്റ്യനും ചെയ്യാനുണ്ട്. പിന്നെ 2 വാല്യൂ ആണ് കയറി ചോദിച്ചത്. 2 വാല്യൂ കയറി ചോദിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓപ്ഷൻ 3 അല്ലേ? ഓപ്ഷൻ 3 ആണ്. യെസ്, ഇത് മാർക്ക് ചെയ്തിട്ട് ഇതാണ് ആൻസർ എന്ന് ആരും വിചാരിക്കരുത്. ഓപ്ഷൻ 3 ആണ് ആൻസർ. പക്ഷെ കുറച്ച് ചെയ്യാനുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ 1 ആണ്. ഇത് നമ്മൾ പഠിക്കുന്നതാണ് ആക്ച്വലി. 88 ഡേയ്സ് ആണെന്നുള്ളത് അല്ലേ? മെർക്കുറി ആണോ? മെർക്കുറി അല്ലേ? ഓർബിറ്റ് ഓഫ് മെർക്കുറി അല്ലേ? മൗണ്ടൻ ഓർബിറ്റ്. യെസ്, ഓർബിറ്റ് ഓഫ് മെർക്കുറി. അത് 88 ആണ്. അത് ഡയറക്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ടൈം പീരീഡിന്റെ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഉള്ളത് കൊണ്ടാണ് ചിലർ അതില് ചിലപ്പോൾ ഇതൊരു മോഡറേറ്റ് ലെവലിലേക്ക് ചിലർക്ക് അത് ഫീൽ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി പലതവണ കണ്ടിട്ടുള്ളതും ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈസി ലെവൽ എന്ന് ഉൾപ്പെടുത്തിയത്. ഡിപ്പെൻസ് ഓരോരുത്തർക്ക്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്രാവിറ്റേഷനിൽ നിന്ന് മറ്റേ ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു മോഡറേറ്റ് ലെവലിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇത് ആക്ച്വലി ഒരു അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ മേ ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാപ്റ്ററുകളിൽ ഒന്നാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. 2 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്റെ ചാനലിൽ കൂടെ മാത്രമല്ല. എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 മാസം അത്ര ആയിട്ടുള്ള, ഒരു 3-4 മാസം ആയിട്ടുള്ള. അതിന് മുമ്പ് ഞാൻ ഓഫ്ലൈനിലും പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ്. ഒരു സെന്ററിൽ വർക്ക് ചെയ്ത ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. അപ്പൊ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. പക്ഷെ എപ്പോഴും ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കണം. മക്കളെ നിങ്ങളൊരു വൻമതിൽ ചാടാൻ പഠിച്ചാലേ ഒരു മുള്ളുവേലിയെങ്കിലും ചാടി കടക്കാൻ പറ്റത്തുള്ളൂ എന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്. അതിലെനിക്ക് റിഗ്രറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതെനിക്ക് 100% എന്റെ മനസ്സിൽ തട്ടി എനിക്ക് പറയാൻ പറ്റും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, കളി, തമാശ, ചിരി, ആട്ടം, ഓട്ടം, ചാട്ടം ഇതൊന്നുമല്ല. നിങ്ങള് ഫ്രണ്ട്സ്, കമ്പനി, സാറുമാരുമായിട്ടുള്ള വാവ് പറച്ചില്, സാറുമാരുടെ കൂടെയുള്ള ഫോട്ടോ എടുപ്പ്, ഇതൊന്നുമല്ല. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ ഇതൊന്നുമല്ല റിയാലിറ്റി. അൾട്ടിമേറ്റ്ലി എക്സാം എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് ഞാൻ എന്റെ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട്. അവരെന്റെ ഫ്രണ്ട്സും ആണ്. പക്ഷെ ഇത് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് കാൽക്കുലേഷൻ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. നമുക്ക് ചെയ്യാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കറണ്ട് ഇലക്ട്രിസിറ്റിന്ന്. ഡ്യുവൽ നേച്ചറിൽ നിന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺസെപ്റ്റ് വെച്ചിട്ട്, അല്ലെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺസെപ്റ്റ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ടാണ് മോഡറേറ്റ് ലെവലിൽ കൊടുത്തത്. കോൺസെപ്റ്റ് വൈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ കുറച്ച് സ്റ്റെപ്പ് വൈസ് എഴുതാനുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ദാറ്റ്സ് വൈ ഞാൻ അത് മോഡറേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്താൽ, ഇപ്പൊ ഇത് ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഞാൻ പറഞ്ഞ റൊട്ടേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ, സ്ഫിയർ ഓഫ് റേഡിയസ് ആർ കട്ട് ഇൻ ഫ്രം എ ലാർജ് സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 2r. യെസ്, എന്താ 2r റേഡിയസ് എടുത്തു, r റേഡിയസ് എടുത്ത് കളഞ്ഞു അല്ലെ. ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സ്മോളർ സ്ഫിയർ ടു ദ റേഷ്യോ ഓഫ്, ഇവിടെ അവര് പിന്നീട് കയറി, ഞാനതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഇവർ അതിന്റെ റേഷ്യോ കൂടി അങ്ങ് ചോദിച്ചു. സാധാരണ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനേ ചോദിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിന്റെ റേഷ്യോ എടുത്ത്, അപ്പോഴത്തേക്ക് സ്റ്റെപ്പ് വൈസ് ഇത് കുറച്ചേറെ തന്നെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് പലതവണ കണ്ടിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് റിവേഴ്സ് ബയസ്, ഫോർവേഡ് ബയസിന്റെ കോൺസെപ്റ്റ്. ഇത് ആക്ച്വലി ഒരു മോഡറേറ്റ് ലെവൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു മോഡറേറ്റ് ലെവലിൽ ഇട്ടത് ഈ റിവേഴ്സ് ഫോർവേഡ് ബയാസ് ഒക്കെ ഒന്ന് ആലോചിച്ച് ചെയ്ത് വരണം. എന്താ പറയുക, ഈ ഓവറോൾ ഇത് മൊത്തത്തില് എന്താ പറയുന്നത്, ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നപ്പോൾ നമുക്ക് ഇതിന് എത്ര സമയം കിട്ടിക്കാണും എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു മോഡറേറ്റ് ലെവലിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം ചെയ്യാനുണ്ട്. അത്യാവശ്യം കാൽക്കുലേഷൻ ഉള്ള കോൺസെപ്റ്റ് ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ ഇക്വേഷൻ. നിങ്ങൾ ഇതൊക്കെ ഇക്വേഷൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. പക്ഷേ
ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്തു പറഞ്ഞു, നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, അങ്ങനെ വിചാരിക്കരുത്. ആ ലിമിറ്റഡ് ടൈമിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടഫ് ടാസ്ക് ഉറപ്പായിട്ടും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, എക്സാം ഡിഫിക്കൽട്ട് ആയി, സോ ഒബ്വിയസ്ലി അതിന്റെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതകൾ കാണുന്നു. എറർ അനാലിസിസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു വേ ഓഫ് ടിക്സി എന്ന് ചോദിച്ച ഒരു പോളറൈസേഷന്റെ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് വരുന്നൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ. പോളറോയിഡ് ഒക്കെ നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് ഇട്ടത്. ഓസിലേഷനിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഓവറോൾ നിങ്ങൾ ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഈ പൈപ്പിന്റെ ലെങ്ത് എടുക്കുന്നതിലൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വേണമെങ്കിൽ വരുത്താം. പക്ഷെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത്ര വലിയ ഡിഫിക്കൽട്ടി കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. ഓവറോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം തോന്നിയ ഒരു കാര്യമാണ്, അതായത് കോൺസെപ്റ്റ് വൈസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 9 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ ഇത് ഡിഫിക്കൽട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് വൈസ് ഇത്രയും ക്വസ്റ്റ്യൻസ് കയറി ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. കോൺസെപ്റ്റ് വൈസ് കുറച്ച് ആലോചിച്ച് ആൻസറിലേക്ക് എത്താനുള്ള ഒരു 9ഓളം ക്വസ്റ്റ്യൻസ് എക്സാക്ട് ഞാൻ ഈ പറയുന്നത് തന്നെ ആണെന്നല്ല, ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വേറെ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സുമായിട്ടും ഫിസിക്സ് എൻ്റെ അധ്യാപകർ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഈ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അവരുമായിട്ടൊരു ഡിസ്കഷൻ നടത്തി. അപ്പൊ ചിലപ്പോൾ ഞാൻ ഈസി എന്ന് പറയുന്നത് അവർക്ക് മോഡറേറ്റ് ആയിരിക്കും, അവർക്ക് ഈസി എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്കത് മോഡറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഒരിക്കലും കറക്റ്റ് 9 ക്വസ്റ്റ്യൻ അല്ല, 9 തൊട്ട് ഒരു 10-11 ക്വസ്റ്റ്യൻ വരെ കോൺസെപ്റ്റ് വൈസ് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. അതുപോലെ മോഡറേറ്റ് ലെവൽ എന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺസെപ്റ്റ് നമുക്കറിയായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പോട്ടെ, അത് പിന്നെ കുറച്ചുകൂടെ ചെയ്യാനുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ ലോസ് ഓഫ് മോഷൻ ഇൻക്ലൈൻഡ് സർഫസിലേത്. അപ്പൊ അത് അങ്ങനത്തെ പല ക്വസ്റ്റ്യൻ എടുത്താലും അതിനുശേഷം മോഡറേറ്റ് ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്ത പല ക്വസ്റ്റ്യൻ എടുത്താലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് അറിയായിരിക്കും. ഇന്നതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, കൺസർവേഷൻ ഓഫ് എനർജി ആണ്, അല്ലെ ഇവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ സെയിം ആണെന്നുള്ളതാണ്, സൈൻ കൺവെൻഷൻ ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ പവർ ഓഫ് എ ലെൻസ് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് കോൺസെപ്റ്റ് അറിയായിരിക്കും. പക്ഷെ ഇത് കാൽക്കുലേഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കമ്പാരിറ്റീവ്ലി ലെങ്തി ആയി. അപ്പൊ അങ്ങനെയുള്ള 20ഓളം ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫിക്കൽട്ടി ഓഫ് കാൽക്കുലേഷൻ ആണ്. ഇത് കാൽക്കുലേഷൻ ആണ്. ഇനി ഈസി ലെവലിൽ 16ഓളം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 16 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള, NCERT ചോദിച്ചിട്ടുള്ള, വലിയ പണിയൊന്നും എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മുടെ സുഹൃത്തിനെ പോലെ നമ്മുടെ കൂടെ കഴിഞ്ഞ 1 വർഷം യാത്ര ചെയ്ത 16ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഇതിന്റെ ഒരു കാൽക്കുലേഷൻ സൈഡിൽ വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, അതായത് ഒരു അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് ഈ 16 ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ ഈസി എന്ന് വിളിച്ചത്. അതായത് ഇത് ഏതൊരു സ്റ്റുഡന്റും ചെയ്യണം. ഡിഫിക്കൽറ്റി ലെവലിൽ നിൽക്കുന്ന ഈ ക്വസ്റ്റ്യനെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ആ 10 ക്വസ്റ്റ്യനെ നിങ്ങൾ അങ്ങ് ഒഴിവാക്കി. ഈ 20 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യനൂടെ നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ, അതായത് ഇത് കാൽക്കുലേഷൻ വൈസ് ആണ് ലെങ്ത് ആയത്, കോൺസെപ്റ്റ് നമുക്ക് ഏറെക്കുറെ ഐഡിയ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ കാൽക്കുലേഷൻ വൈസ് നല്ല ലെങ്ത് ആയി. ഈ 9 ക്വസ്റ്റ്യനെ ഒഴിവാക്കി വിടുകയും അതോടൊപ്പം ഇവിടുന്ന് ഒരു 10 ക്വസ്റ്റ്യനോടെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഫിസിക്സ് 16ഉം 10ഉം 26, ഏതാണ്ട് 25-26 ക്വസ്റ്റ്യൻ നമുക്ക് ഫിസിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാൽക്കുലേഷൻ, ഫിസിക്സ് ഒരു 25 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 26 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 27 ക്വസ്റ്റ്യൻ ആവറേജ് എടുക്കാം, ഒരു 25 തൊട്ട് 27 ക്വസ്റ്റ്യൻ വരെ ചെയ്യാൻ ഒരാൾക്ക് പറ്റിയാൽ അത് കെമിസ്ട്രിയിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 30 തൊട്ട് 32 ക്വസ്റ്റ്യൻ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് സത്യമാണ്, അതൊരു റിയാലിറ്റിയാണ്.
അതൊരു സത്യമാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നമുക്ക് ഒരു ഈ വർഷം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഒരു അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഈ കട്ട് ഓഫ് ഒന്നും ആയിരിക്കത്തില്ല. എന്നാൽ ഒരു ആവറേജ് ഒരു 25 തൊട്ട്, നമുക്ക് ഇവിടെ ഫിസിക്സ് ഒക്കെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് അവിടോട്ട് തന്നെ എഴുതിപ്പോ അതല്ല നല്ലത്. ഇവിടെ ഫിസിക്സ് ഒരു 25 തൊട്ട് 27, 25 തൊട്ട് ഒരു 27 ക്വസ്റ്റ്യൻസ്. ഇത് ക്വസ്റ്റ്യൻസ് ആണ്, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആവറേജ് 25 എന്തായാലും ചെയ്യും, അപ്രോക്സ്. അതുപോലെ ഒരു കെമിസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു 30 to 33, ഒരു 30 തൊട്ട് ഒരു 30, 33, 34 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അതാണ് അപ്രോക്സിമേറ്റ് ഞാൻ പറയുന്നത്. അതേപോലെ ബയോളജിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും നമുക്കൊരു എത്ര ക്വസ്റ്റ്യൻ, ഒരു അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് സ്കോറിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എങ്ങനെ പോയാലും ഒരു 80 ക്വസ്റ്റ്യൻ അല്ലെ. ബയോളജി പോലൊരു എക്സാം ഉറപ്പായിട്ടും ഒരു 80, ഒരു 75 തൊട്ട് ഒരു 80 ക്വസ്റ്റ്യൻ വരെ, അത്രയെങ്കിലും 10 ക്വസ്റ്റ്യൻ നീ കൂടുതൽ ഒരു ബയോളജി പോലൊരു എക്സാമിന് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, അത് നമ്മൾ അൾട്ടിമേറ്റ്ലി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സിലബസ്, ഈ MBBS സിലബസ് വളരെ ഡിഫിക്കൽട്ടാണ്. അവിടെ പോയി പഠിക്കേണ്ടത് ഈ ബയോളജിയുടെ മുതുമുത്തച്ഛനെയാണ്. അപ്പൊ നമ്മുടെ NCERT സിലബസിലുള്ള ബയോളജി പഠിച്ച് നിങ്ങളൊരു ഇത്രയും ഒരു ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരു ആവറേജ് കാൽക്കുലേഷൻ എടുക്കാം. ഇവിടെ ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 100 മാർക്ക് കിട്ടും. ചെയ്യുന്ന 25 ക്വസ്റ്റ്യൻ ശരിയായ ഒരു 100 മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആവറേജ് 100 തൊട്ട് ഒരു 110 മാർക്ക് വരെ എന്ന് വിചാരിച്ചു, ആവറേജ് ആണ് കേട്ടോ. ഇവിടെ നമുക്കൊരു 120 പ്ലസ് ഒരു 120 തൊട്ട് ഒരു 130, 135 മാർക്ക് റേഞ്ചുകളിലേക്ക്, ഒരു 120 മാർക്കൊക്കെ വിചാരിച്ചാൽ മതി. 120 ടു ഒരു 130 റേഞ്ചിലേക്ക് ഒരു ഡിഫറൻസ്, ഞാൻ ഒരു 10ന്റെ ഡിഫറൻസിൽ പറയുവാണ്. ഇവിടെ ഒരു 80 ക്വസ്റ്റ്യൻ ചെയ്താൽ 320 മാർക്ക് പോട്ടെ, ഒരു 300 മാർക്ക്, ഒരു 300 പ്ലസ്, ഒരു 300 ടു 320 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഇവനെയും ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആവറേജ് ഏറ്റവും ലോവർ എടുത്ത് ലോവർ പോർഷൻ എടുത്ത് 300, 100, 400, 420, 100, 520. അതായത് ലോവർ റേഞ്ച് എന്ന് പറയുന്നത് 520 അപ്രോക്സിമേറ്റ് ആണ്. ഒരു 520 മാർക്കിലേക്ക് എത്തി. ഒരു അപ്പർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 550 എന്നൊക്കെ വിചാരിക്കാം. ഏതാണ്ട് എക്സാക്ട് ഈ വാല്യൂ ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. 550, 520 നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് 320, ഒരു 30 അവിടെ പോയി 350, 100, 450, 100, 550, 560, ഒരു 520 തൊട്ട് 560 ഇൻ ബിറ്റ്വീൻ എക്സാക്ട് ഇതായിരിക്കത്തില്ല. 520 പ്ലസ് മുകളിലോട്ട് പോകാം. ഒരു 520 ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സേഫ് സ്കോർ ആകാൻ, ഒരു കട്ട് ഓഫ് റേഞ്ചിന്റെ മുകളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഫിസിക്സിന്റെ അനാലിസിസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ബയോളജിയും കെമിസ്ട്രീനെ പറ്റി ഞാൻ സംസാരിച്ചത് എൻ്റെ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ള കെമിസ്ട്രി അധ്യാപകനായ സുനിൽ സാറിനോട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബയോളജി ടീച്ചേഴ്സിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അവരും പറഞ്ഞത് ഏതാണ്ട് ഈ ഒരു സ്കോർ റേഞ്ച് ഇത് അവരെനിക്ക് പറഞ്ഞു തന്നതാണ്. ഫിസിക്സ് ഞങ്ങൾ പ്രോപ്പറായിട്ടിരുന്ന് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരിക്കലും ഇതാവില്ല. കാര്യം അത് നമുക്ക് എല്ലാവരുടെയും മാർക്കുകളും ഒരു ഹൈ സ്കോറിലേക്ക് എത്താൻ പോകുന്ന ഒരാൾ എത്ര വരെ വാങ്ങി, അപ്പൊ ഒരു ആവറേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. എന്നാലും അപ്രോക്സിമേറ്റ് ഏതാണ്ട് ഈ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. സോ മക്കളെ നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്കോറിന് മുകളിലേക്കൊക്കെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ല നിങ്ങൾക്ക് ഡോക്ടറായേ പറ്റൂ, എനിക്ക് ഡോക്ടർ ആവാതെ വേറൊരു ജന്മം, ഇനി ഈ ജന്മത്തിൽ ഞാൻ ഡോക്ടർ ആവാൻ തീരുമാനിച്ച ആളാണെന്ന് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്കോറിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ യു ആർ സ്കോറിംഗ് 400, 450 റേഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു റിപ്പീറ്റ് പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കുന്നതാണ്. ഞാൻ റിപ്പീറ്റിനെ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് സെന്ററിൽ പഠിക്കണം അതൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഞാൻ ആരെയും ഒരു സെന്ററിലോട്ടോ ഒരിടത്തോട്ടും റെക്കമെൻഡ് ചെയ്യാറില്ല. ഈവൻ ഞാൻ ക്ലാസ് എടുത്താൽ പോലും നിങ്ങൾ വരൂ ഞാൻ പഠിപ്പിക്കാം എന്ന് ഞാൻ പറയാറില്ല. എന്നെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ വരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എനിക്കൊരു പ്രോപ്പർ പ്ലാൻ കാണും, ഇല്ലാതെ ഞാൻ പറയാറില്ല. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മക്കളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവരും കൂളായിട്ടിരിക്കുക. എക്സാം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയും വരാനുള്ളത് വരട്ടെ.
നമുക്കത് വെയിറ്റ് ചെയ്യാം. അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ. സമാധാനത്തോടിരിക്കുക, സന്തോഷത്തോടിരിക്കുക. ഒരു വർഷത്തെ നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച കുട്ടികളുടെ കഴിഞ്ഞ 2 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യുക. കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.